ഹായ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ലെൻസസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, ലെറ്റസ് എസ്എസിലെ. അപ്പോൾ ലെറ്റസ് എസ്എസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ക്വസ്റ്റ്യൻ വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആറാമത്തെ തുടങ്ങിയിട്ട് 10ാമത്തെ ചോദ്യം വരെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 6th ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഓക്കെ, അപ്പൊ 6th ക്വസ്റ്റ്യനിൽ മക്കളെ ശ്രദ്ധിക്കൂ. ഇവിടെ എന്താണ് ഓപ്ഷൻ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ടെലസ്കോപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. എടാ മക്കളെ, ടെലസ്കോപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ടെലസ്കോപ്പിന് നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് ടൈപ്പ് ലെൻസുകൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയുണ്ട്? ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഐ പീസും ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിന് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് വളരെ ലോങ്ങർ ആയിരിക്കും. ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? വളരെ ലോങ്ങർ ആയിരിക്കും. അതേസമയം ഐ പീസിന് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് വളരെ ഷോർട്ടർ ആയിരിക്കും. ഈ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ FE എന്ന് പറയുന്നത് എന്താണെന്നറിയോ? FE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പീസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ടെലസ്കോപ്പിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഐ പീസ് ഉണ്ട്. അപ്പൊ ഐ പീസ് ഷോർട്ടർ ആയിരിക്കും, അതുപോലെ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്തായിരിക്കും? ലോങ്ങർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കൂ. ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി ആണ് അല്ലെ. ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് ലോങ്ങർ ഫോക്കൽ ലെങ്ത് അല്ലെ. ഒബ്ജക്റ്റീവ് ലെൻസിന് എന്താണ്? ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആണ്. അതേസമയം ഐ പീസിന് ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഓപ്ഷൻ നമ്പർ ബി ആണ് കേട്ടോ. തെറ്റിപ്പോയവരുണ്ടെങ്കിൽ കറക്റ്റ് ആയത് എടുക്കണം. തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ടെലസ്കോപ്പിന്റെ തിയറി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. സോ അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 7th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ. വെൻ എൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് ദ ഇമേജ് ഫോംഡ് ഈസ് ഇൻവേർട്ടഡ്. അതാണ് അവിടെ കീവേഡ്. അതായത് ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയത്. എന്താണ്? തലകീഴായിട്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയത്. തലകീഴായിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇൻവേർട്ടഡ്, റിയൽ അല്ലെ. ഏതോ ഒരു ലെൻസിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഏത് ലെൻസ് അത്? യെസ്, ഏതാണ്? കോൺവെക്സ് ലെൻസിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻവേർട്ടഡ് എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഉണ്ടായ ഇമേജ് എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഈസ് ഇറ്റ് റിയൽ ഓർ വെർച്വൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? റിയൽ ആണ്, യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു ഇഫ് യു വാണ്ട് അനദർ ഇമേജ് ടു ഒബ്റ്റെയിൻ ദ ഇമേജ് ടു ബി റിയൽ, ഇറക്റ്റ് ആൻഡ് ഓഫ് ദ സെയിം സൈസ്? അതായത് സെയിം സൈസിലുള്ള ഇമേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറേ അധികം ലൊക്കേഷൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. 2F വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2F കിട്ടും. Fന്റെയും 2Fന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് 2F കിട്ടും. അങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പൊസിഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ആ ബോക്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ആ ബോക്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ ചോദ്യം അതല്ല. ഇവിടുത്തെ ചോദ്യം നമുക്ക് 2 ലെൻസ് വെച്ചിട്ടുള്ള കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യമേ, അതായത് ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. ആദ്യമേ ഒരു ലെൻസ് വെച്ചു, ഒരു ഒബ്ജക്റ്റ് വെച്ചു, അവിടെ എന്തുണ്ടായി? ഒരു ഇമേജ് കിട്ടി. ഓക്കെ, ഇതുപോലെ ഈ ഇമേജിനെ ഒബ്ജക്റ്റ് എന്ന രീതിയിൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? വേറൊരു ലെൻസ് വെച്ചിട്ട് പുതിയ ഒരു ഇമേജ് ഉണ്ടാക്കണം. അതായത് ഒന്നുമില്ലടാ, 2 ലെൻസ്. ആദ്യത്തെ ലെൻസിൽ എന്ത് വെച്ചു? കറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റിൽ എന്തുണ്ടായി? ഇമേജ് ഉണ്ടായി. ഇനി ഇതേ ഇമേജിനെ തന്നെ വേറൊരു ലെൻസ് ഉപയോഗിച്ചിട്ട് പുതിയ ഇമേജ് ഉണ്ടാക്കുകയാണ്. അതായത് ആദ്യമേ ഉണ്ടായ ഇമേജിനെ എന്താക്കിയെടുത്തു? പുതിയ ഇമേജ് ആക്കി എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ കിട്ടിയ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് കിട്ടിയ ഇമേജ് റിയൽ ആയിരിക്കണം, ഇറക്റ്റ് ആയിരിക്കണം, സെയിം സൈസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നോക്കൂ കേട്ടോ, ഇവിടെ ഞാൻ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അറേഞ്ച് ദ കോൺവെക്സ് ലെൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഇമേജ് കംസ് അറ്റ് 2F. അതായത് മക്കളെ, നമ്മൾ ആദ്യം എടുത്ത ലെൻസ് അല്ലെ, ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ ലെൻസ് എടുത്തു. ഈ ആദ്യം ലെൻസ് എടുത്തിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ ഫോക്കസ് ഉണ്ട്, ഇതുപോലെ 2F ഉണ്ട്. ഓക്കെ, അപ്പൊ 2F ഞാൻ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇമേജും എവിടെ തന്നെയാണ് ഉണ്ടാവുക? 2F തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ 2F ഒബ്ജക്റ്റ് വെച്ചു, സ്വാഭാവികമായിട്ടും എവിടെ ഇമേജ് ഉണ്ടായി? 2F തന്നെ ഇമേജ് ഉണ്ടായി. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ 2F ഇമേജ് ഉണ്ടായി. ഇനി ഈ ഇമേജിനെയാണ് നമുക്ക് എന്താക്കേണ്ടത്? വീണ്ടും പുതിയ ഇമേജ് ആക്കി മാറ്റേണ്ടത്.
ദാറ്റ് മീൻസ് നമുക്ക് ആദ്യമേ കിട്ടിയ ഇമേജിനെ ഒബ്ജക്റ്റ് എന്ന രീതിയിൽ എടുത്തിട്ട് പുതിയ ഇമേജ് ഉണ്ടാക്കണം, വീണ്ടും പുതിയ ഇമേജ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഒബ്ജക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഏത്? ഈ ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടിയതിനെ. അപ്പോൾ ഇതിനെ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? വേറൊരു ലെൻസ് വെച്ച് കൊടുക്കുക. ആ വേറൊരു ലെൻസിൻ്റെ എവിടെയായിരിക്കണം വരേണ്ടത്? 2F പൊസിഷനിലായിരിക്കണം നമ്മുടെ ഇമേജ് എടുക്കേണ്ടത്. ഓക്കെ, അതായത് വേറൊരു ലെൻസിൻ്റെ എന്തായിരിക്കണം? 2F പൊസിഷനിലാണ് നമുക്ക് ആദ്യം കിട്ടിയ ഇമേജ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഇമേജിനെ എന്തായിട്ട് എടുത്തു? രണ്ടാമത്തെ കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ഇതെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇവിടെ മുകളിലേക്ക് വേറൊരു ഇമേജ് ഉണ്ടാക്കും. അതാണ് ഇവിടെ പറയുന്ന കാര്യം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ലടാ, ആദ്യമേ നമ്മളൊരു ലെൻസ് എടുത്തു, ഈ ലെൻസിൽ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റ് വെച്ചു, അവിടെ നമുക്ക് തലകീഴായിട്ട് വീണ്ടും കിട്ടി, ഇൻവേർട്ടഡ് ആയിട്ട് ഒരു ഇമേജ് കിട്ടി. ഈ ഇമേജിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകൂടി അതിനെ എന്ത് ചെയ്യണം? ഇറക്റ്റ് ആക്കി മാറ്റണം. അതുപോലെ സെയിം സൈസ് കിട്ടണം. മക്കളെ, സെയിം സൈസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് വെക്കേണ്ടത്? 2Fൽ വെക്കണം. മനസ്സിലായോ? 2Fൽ വെച്ച് കഴിഞ്ഞാലാണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സെയിം സൈസ് കിട്ടും. അതുപോലെ തന്നെ 2Fൽ വെച്ച് കഴിഞ്ഞാൽ 2Fൽ തന്നെ കിട്ടും എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അറേഞ്ച് ദ കോൺവെക്സ് ലെൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇമേജ് കംസ് അറ്റ് 2F. ആദ്യത്തെ ലെൻസിൻ്റെ ഇമേജ് അവിടെ വരണം, 2Fൽ വരണം. ഓഫ് ദ ന്യൂ ലെൻസ്, അതായത് ന്യൂ ലെൻസിൻ്റെ, പുതിയ ലെൻസിൻ്റെ എവിടെ വരണം ഇമേജ്? 2Fലായിരിക്കണം ഇമേജ് വരേണ്ടത്. ഓക്കെ, ഇനി നൗ വി ഗെറ്റ് ദ റിയൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഹാവിങ് ദ സെയിം സൈസ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കറക്റ്റായിട്ടുള്ള സെയിം സൈസിലുള്ള ഇറക്റ്റ് ഇമേജ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ചിത്രം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചുതരാം. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ. കുറച്ച് എന്ത് ചെയ്യണം? ഒന്ന് ക്ഷമിച്ച് നിങ്ങൾ കേട്ടിരിക്കുക. ഓക്കെ, അതായത് നമ്മൾ ആദ്യമേ ഒരു ഒബ്ജക്റ്റ് എടുത്തു. അപ്പോൾ ഇവിടെ ലെൻസ് ഉണ്ട്. ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയോ? 2Fലാണ്. റഫായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്, സീരിയസ് ആയിട്ടല്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, റഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഇത് വന്നു, ഫോക്കസിലൂടെ കടന്നുപോയി, അതുപോലെ ഇത് ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നുപോയി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നുപോയി. ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പം ഇവിടെ എന്തുണ്ടായി? ഇമേജ് 2Fൽ തന്നെ കിട്ടി. ബിക്കോസ് അവിടെ നമുക്കറിയാം 2Fലാണ് ഒബ്ജക്റ്റ് വെച്ചത്. അപ്പോൾ ഇവിടെ ഇമേജും എത്ര തന്നെയാണ് ഉണ്ടാവുക? 2Fൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഇതേ ഒബ്ജക്റ്റിനെ, ഇതേ ഇമേജിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? പുതിയ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഈ ഇമേജിനെ തന്നെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും നീട്ടി വരച്ചു. എന്നിട്ട് പുതിയ ലെൻസ് ഉണ്ടല്ലോ, ഈ പുതിയ ലെൻസിൻ്റെ എന്താണ്? ഈ പുതിയ ലെൻസിൻ്റെ 2F ആണ് ഈ പൊസിഷൻ. മനസ്സിലായോ? നമുക്ക് ആദ്യമേ കിട്ടിയ ഇമേജ് പുതിയ ലെൻസിൻ്റെ 2F ആണ്. അപ്പോൾ ഈ 2Fൽ വെച്ചു. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും നിങ്ങൾ ലൈറ്റ് കൊടുക്കൂ. ഇവിടുന്ന് ലൈറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫോക്കസിലൂടെ കടന്നു പോവും, അതുപോലെ ഇത് ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോവും. ഇവിടെ എന്ത് തന്നെ ഉണ്ടാവും? ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ. യെസ്, ഇവിടെ എന്ത് സംഭവിക്കും? 2Fൽ തന്നെ എന്തുണ്ടാവും? ഇമേജ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? യെസ്, അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ സെറ്റാക്കി നിങ്ങൾ വരച്ചെടുക്കുക. ഇവിടെ എന്തുണ്ടാവും? മുകളിലേക്ക് 2F ഉണ്ടാവും. ഓക്കെ, 2Fൽ വെച്ചിട്ട് തന്നെ എന്തുണ്ടാവും? ഇവിടെ മുകളിലേക്ക് ഒരു ഇമേജ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാതും ഈ പറഞ്ഞ ഇമേജ് ഉണ്ടാവുന്നത് 2Fൽ വെച്ച് കഴിഞ്ഞാൽ 2Fൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അത് സെറ്റാന്ന് വിചാരിക്കുന്നു. എല്ലാതും 2Fൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ടാബ്ലറ്റിൽ വരച്ചിരുമ്പോൾ അപ്പം നിങ്ങൾക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഡിജിറ്റലി നമ്മൾ വരയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് നോട്ടിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ്, അതായത് ഒരു ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ വെച്ചപ്പോൾ ദ ഇമേജ് ഈസ് ഇറക്റ്റ്. ശ്രദ്ധിക്കണേ നിങ്ങൾ ആ വാക്കുകളൊക്കെ. എന്താണ് ഇമേജ്? എങ്ങനെയാണ് കിട്ടിയത്? ഇറക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്, അല്ലെ? ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നതായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. ആൻഡ് ഡിമിനിഷ്ഡ്, വളരെ ചെറിയ ഇമേജ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ലെൻസ് ആയിരിക്കും? യെസ്, നിങ്ങൾക്കറിയാം ഇറക്റ്റ്, അല്ലെ? ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നതാണ്. നിവർന്നത് കിട്ടുന്ന ഇമേജ് കിട്ടുന്നത് ഒരു ലെൻസിനാണ്. ഏതാ? യെസ്, കോൺകേവ് ലെൻസിനാണ്, അല്ലേ? ഏത് ലെൻസിനാണ്? കോൺകേവ്. അപ്പം മനസ്സിലാക്കുക, കോൺവെക്സ് ആണെങ്കിൽ എപ്പോഴും ഇൻവേർട്ടഡ്, തലകീഴായിട്ടുള്ളതായിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ അതേസമയം കോൺകേവ് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെ, ഗുഹ പോലെ ഇരിക്കുന്ന കോൺകേവ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്ത് കിട്ടും? ഇറക്റ്റ് ഇമേജ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? നിവർന്നത്, അതായത് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. മറ്റേതെങ്ങനെ കിട്ടുക? കോൺവെക്സ് ആണെങ്കിൽ തല തിരിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് ലെൻസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോൺകേവ് ലെൻസ്. അപ്പോൾ അതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. റേ ഡയഗ്രാം ഞാനിവിടെ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? ഫിഗറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ചോദ്യം വായിക്കടാ. ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു,
ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ഒരു കോൺകേവ് ലെൻസ് വരയ്ക്കുക. കോൺകേവ് ലെൻസിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ലൈറ്റ് വരുന്നു. ലൈറ്റ് ഇങ്ങനെ തട്ടിപ്പോകുന്നു, അല്ലെ, ഡൈവേർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് രണ്ടും എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല. മീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ പുറകിലേക്ക് വരയ്ക്കും. അപ്പോൾ പുറകിലേക്ക് വരയ്ക്കുമ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? ഈ പറഞ്ഞ ഇമേജ് കാണിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ പോയിന്റിലാണ്, അല്ലെ, IM എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് സാവധാനം എന്ത് ചെയ്യണം? വരച്ച് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? സോ സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ ഡയഗ്രാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? യെസ്, 3 ചോദ്യങ്ങളുണ്ട്, അല്ലേ. ദ ഇമേജ് IM obtained when an object is placed in front of a lens is depicted. അതായത് എന്തൊക്കെയോ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഫിഗർ 2.28 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സംഭവം? അതായത് നമുക്ക് നോക്കാം. ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, അല്ലേ. ഇമേജ് എവിടെ കൊടുത്തിരിക്കുന്നത്? ബിയോണ്ട് 2F, അല്ലേ. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ ചിത്രം നോക്കടാ, ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ ചിത്രത്തിൽ എന്താ പറയുന്നത്? 2F കഴിഞ്ഞിട്ടാണ് ഇമേജ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ പൊസിഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2Fൽ വെച്ചാൽ 2Fൽ തന്നെ കിട്ടും, അല്ലെ. 2Fൽ വെച്ചാൽ എവിടെ തന്നെ കിട്ടും? 2Fൽ തന്നെ കിട്ടും. ഇനി Fൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടും? യെസ്, ബിയോണ്ട് 2F കിട്ടും. ശരിയല്ലേ? ബിയോണ്ട് 2F കിട്ടും. ബിയോണ്ട് 2F. ബിയോണ്ടിൻ്റെ സ്പെല്ലിംഗ് BEYOND ആണ് കേട്ടോ. ഞാൻ അവിടെ എഴുതിയപ്പോൾ തെറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ബിയോണ്ട് 2F കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക? Fൻ്റെയും 2Fൻ്റെയും ഇടയിലായിരിക്കും എന്ത് വെച്ചിട്ടുണ്ടാവുക? ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക. ആ പൊസിഷൻ നിങ്ങൾ കൃത്യമായിട്ട് ആ ടേബിൾ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്കിവിടെ ചോദ്യമുണ്ട്. ഇഫ് PQ ഇസ് ദ ലെൻസ് ഇൻ ദ ഫിഗർ, വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഡസ് PQ റെപ്രസെൻറ്റ്? എടാ മക്കളെ, നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത് ഇവിടെയാണ്, അല്ലേ. നമുക്ക് ഇമേജ് കിട്ടിയത് ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും, അല്ലേ. ഈ പറഞ്ഞ ഈ ഒബ്ജക്റ്റ് വെച്ച ലെൻസിൻ്റെ ഒബ്ജക്റ്റ് വെച്ച സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും കേട്ടോ. ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. കാരണം എന്താ? ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു, നമുക്ക് ഇമേജ് കിട്ടിയത് എവിടെയാ? ഓപ്പോസിറ്റ് സൈഡിൽ, അല്ലേ, അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമുക്ക് ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേ ഡയഗ്രാം വരയ്ക്കാനും അതിൻ്റെ പൊസിഷനും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ അടുത്ത സ്ലൈഡിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? റേ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. റേ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വരച്ചാലും നിങ്ങൾ മതിയാവും. ഓക്കെ, അപ്പോൾ Fൻ്റെയും 2Fൻ്റെ ഇടയിൽ വെച്ചപ്പോൾ നമുക്ക് എവിടെ കിട്ടി? ഈ പറഞ്ഞ ബിയോണ്ട് 2F കിട്ടി, അല്ലേ. 2Fന് അപ്പുറം കിട്ടി. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, Fൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെക്കുമ്പോൾ എവിടെ കിട്ടും ഇമേജ്? ഇമേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് ബിയോണ്ട് 2F. സ്പെല്ലിങ് ഞാൻ ഇത്തവണ തെറ്റിക്കില്ല, ബിയോണ്ട് 2F. ഓക്കെ ആണല്ലോ? അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി വരയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വരയ്ക്കുന്നതാവും നല്ലത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ആ ചിത്രം കൃത്യമായിട്ട് വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഡാഷ് ദാൻ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയടാ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ, അല്ലെ. ശ്രദ്ധിച്ച് നോക്കണേ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. പക്ഷെ അതേസമയം ഇമേജിൻ്റെ ഹൈറ്റ് ശ്രദ്ധിച്ച് നോക്കൂ. ഇമേജിൻ്റെ ഹൈറ്റ് വളരെ വലുതാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ചെറുതാണോ വലുതാണോ എന്നാണ് ചോദ്യം. ഒബ്ജക്റ്റ് ചെറുതാണ്, അല്ലേ. അപ്പോൾ ഹൈറ്റ് ലെസ്സർ ഹൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ എന്നാണ് ചോദ്യം. ലെസ്സർ ഹൈറ്റ് ആണ് കേട്ടോ. ഏതാണ്? ലെസ്സർ ഹൈറ്റ്. അപ്പം ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ലെസ്സർ ഹൈറ്റ് ആണ് ഒബ്ജക്റ്റിന് ഉള്ളത്. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ലെസ്സർ ദാൻ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 9ാമത്തെ ചോദ്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡയഗ്രാം വരയ്ക്കണേ, ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, Fൻ്റെയും 2Fൻ്റെ ഇടയിലുള്ളത്. അതുപോലെ 2Fൽ വെച്ച് കഴിഞ്ഞാൽ 2Fൽ കിട്ടും. അതും നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 10ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് പെട്ടെന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയാൽ. സിമ്പിൾ ക്വസ്റ്റ്യനാടാ. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യനാ. ചെയ്തു എന്ന് വിചാരിക്കുന്നു. യെസ്, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? HI/HO, അല്ലേ. HI/HO നമ്മൾ പഠിച്ചതാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ. HI/HO, HI/HO. അപ്പോൾ HI/HO വരും. അതുപോലെ തന്നെ ഇത് ഇക്വേഷൻ വരും, V/U എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വരും, അല്ലെ. 2 ഇക്വേഷനാണ് മാഗ്നിഫിക്കേഷൻ, HI/HO അതുപോലെ തന്നെ V/U. ഇനി പവർ ഓഫ് ദ ലെൻസ് എന്ന് പറഞ്ഞാൽ 1/F ആണ്. 1/F. യെസ്, ഇതിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡയോപ്റ്റർ.
ഓക്കെ ആണല്ലോ, ഡയോപ്റ്റർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ റിയൽ ഇമേജിൻ്റെ നമുക്ക് പറയാം റിയൽ ഇൻവേർട്ടഡ് ആണ് അല്ലേ, റിയൽ ഇൻവേർട്ടഡ്. നിങ്ങൾ ലെൻസിൻ്റെ ആ ഇമേജ് കിട്ടിയ ഇപ്പോൾ ക്യാരക്ടറുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ ഇൻവേർട്ടഡ് മക്കളെ, ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തലകീഴായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ആക്സിസിൻ്റെ എന്തായിരിക്കും, താഴോട്ടാണ് നമ്മൾ വരയ്ക്കുക അല്ലേ. അപ്പോൾ ഇമേജ് നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? ഇമേജ് നെഗറ്റീവ് ആയിരിക്കും. മക്കളെ, ഇവിടെ നമുക്ക് കിട്ടിയ ഇമേജ് എവിടേക്കാണ്, താഴ്ത്തിക്കാണ്. അതാണ് ഇൻവേർട്ടഡ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HI എന്ന് പറയുന്ന ഇമേജിന്റെ ഹൈറ്റ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? എന്തായിരിക്കും, HI എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഒരിക്കലും എന്ത് വരില്ല, പോസിറ്റീവ് വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ 10 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെയാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസൊക്കെ മാക്സിമം കാണുക. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപഠിച്ചോളാം. നിങ്ങൾക്കറിയാം, ഓണപരീക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 20 മുതൽ 27 വരെയാണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് മുമ്പോട്ട് പോകണം കേട്ടോ. ഇപ്പോൾ ലെറ്റർ ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓണപരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ താങ്ക് യു, ബൈ.